പ്രോസിക്യൂഷനും. ഇതിനപ്പുറം ഒന്നും ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും എത്ര നേരം വന്നാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. Party has expelled. Did you expect such a strong this from party side? മുൻകൂർ ജാമ്യം തള്ളിയതിന് തൊട്ടു പിന്നാലെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെയാണ് പാർട്ടി പുറത്താക്കിയത്. അപ്പൊ അങ്ങനെ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നോ? ഒന്ന് ബാക്കിലേക്ക് പോകും. Did you expect such a strong reaction from party? Since day one they were supporting you, but finally when the anticipatory bail was rejected, the party expelled you. What do you have രാഹുൽ മാങ്കൂട്ടം ഓഫീസിലുണ്ട്. മാധ്യമങ്ങൾ വളഞ്ഞിട്ടുണ്ട്. എല്ലാ കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നു. നിലവിൽ പറഞ്ഞതിനപ്പുറമൊന്നും പ്രതികരിക്കാനില്ല എന്ന് രാഹുൽ ആവർത്തിക്കുന്നു. ഇന്ന് തന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു പ്രതികരണവും ഉണ്ടാകില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും മറ്റൊരു പ്രതികരണത്തിന് താൻ മുതിരില്ല എന്ന് ആവർത്തിക്കുകയാണ് മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ. MLA ഓഫീസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു. 15 ദിവസത്തെ ഒളിവ് ജീവിതമുണ്ടായിരുന്നു. അതിനിടയിൽ കോടതി നടപടികളുണ്ടായിരുന്നു. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അതിനെതിരെ സർക്കാർ അപ്പീൽ പോയിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് സർക്കാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ കോടതി വ്യവഹാരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കോടതി തീരുമാനിക്കട്ടെ എല്ലാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ഇപ്പോൾ വീണ്ടും MLA ഓഫീസിൽ നിന്ന് രാഹുൽ വീണ്ടും പുറത്തേക്ക് MLA ഓഫീസിൽ എത്തിയതിന് ശേഷം രാഹുൽ ഇപ്പോൾ ഓഫീസ് മുറിയിൽ നിന്ന് അകത്തേക്ക് പോയിരിക്കുകയാണ്. മാധ്യമങ്ങൾ രാഹുലിനെ വിടാതെ പിന്നാലെയുണ്ട്. ഇന്ന് 4:45 രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. രാഹുൽ വോട്ട് ചെയ്യാനെത്തും എന്ന് രാഹുലുമായി അടുപ്പമുള്ളവർ അറിയിച്ചിരുന്നു. അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കാമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തേക്ക് പോയത്. തിരിച്ചിറങ്ങുമ്പോൾ എല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, സത്യം ജയിക്കുമെന്ന് മാത്രം പറയുന്നു. ചെറിയ പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉയരുന്നു. പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ നീക്കുന്നത് കാണാമായിരുന്നു. MLA ബോർഡ് വെച്ച വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ആ വാഹനത്തിന് കടന്നുപോകാൻ പോലീസ് വഴിയൊരുക്കുന്നതാണ് പിന്നീട് കണ്ടത്. അവിടെ നിന്ന് MLA ഓഫീസിലേക്കായിരുന്നു യാത്ര. ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങി. രാഹുൽ ഉണ്ടായിരുന്നു. രാഹുലിൻ്റെ വാഹനം ഓടിക്കുന്ന ആളും കൂടെ ഉണ്ടായിരുന്നു. അവിടെയും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. പക്ഷേ തൻ്റെ പ്രതികരണം നേരത്തെ പറഞ്ഞതിൽ ഒതുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. മറ്റൊന്നും പറയാനില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. അതിനുശേഷം എവിടേക്കാണ് യാത്ര എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഓഫീസിലേക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. തൊട്ടുപിന്നാലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിൽ എത്തിയിരിക്കുന്നു. ഓഫീസിന് തൊട്ടടുത്തുള്ള വീട്ടുകാരോടൊക്കെ കുശലം പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിലേക്ക് കയറിയത്. ആയിഷത്തുൽ ഷംന തുടരുന്നുണ്ട്. ഷംന, ഇപ്പോഴും MLA ഓഫീസിൽ തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതെ ഉന്മേഷ്, MLA ഓഫീസിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ 15 ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്നതാണ് കാഴ്ച. നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊക്കെ നമ്മളുടെ ചോദ്യത്തിന് മറുചോദ്യങ്ങൾ കൊണ്ട് മാത്രം പ്രതിരോധം തീർത്തിരുന്ന ഒരു MLA ആയിരുന്നു. അതായത് ഈ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ അടക്കം അത് താങ്കളുടെ ആണോ, നിഷേധിക്കുന്നുണ്ട് എന്നതടക്കം നമ്മൾ ആവർത്തി ചോദിച്ചിരുന്ന ഘട്ടത്തിലൊക്കെ പരാതി എവിടെ, നിയമപരമായി നേരിടൂ എന്നതായിരുന്നു രാഹുലിന്റെ മറുപടി. അങ്ങനെയെങ്കിൽ പരാതി വന്ന നിമിഷങ്ങൾക്കകമാണ് രാഹുൽ പിന്നീട് ഒളിവിലേക്ക് പോയത്. അതിനുശേഷം നമ്മൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്നീട് കണ്ടിട്ടില്ല. MLA ഓഫീസിലോ മണ്ഡലത്തിലോ രാഹുൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ UDF വരെ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നത് രാഹുലിന്റെ ഈ സജീവമായ പ്രവർത്തനം തന്നെയായിരുന്നു. അത് പാർട്ടിക്കുള്ളിലെ പ്രവർത്തനം തന്നെയായിരുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ രാഹുൽ അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഉൾപ്പെടെ രാഹുൽ പങ്കെടുക്കുന്നു.
അതിനുശേഷം ഈ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീട് കയറി ഇറങ്ങി രാഹുൽ പ്രചരണം നടത്തുന്നു. അന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ അത് ചെയ്യരുത്, പാർട്ടി സസ്പെൻഷനിലുള്ള ഒരാൾ അങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി, പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ കഴിയും, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും അതിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഓരോ വീടും കയറി ഇറങ്ങി UDF-ന്റെ പ്രവർത്തകർക്ക് വേണ്ടി, UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്, എന്റെ നേതാക്കളെ ബഹുമാനിക്കാൻ എനിക്കറിയാം, പാർട്ടി സസ്പെൻഷനിലുള്ള ഒരാൾ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.